പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു 4 മെത്തേഡ് ഉണ്ട്. ആ 4 മെത്തേഡിൻ്റെ ആദ്യത്തെ മെത്തേഡ് നോ യുവർ വൈ. നിങ്ങൾ എന്തിനാണ് ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കർ എന്തിന് ഞാൻ ആവണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തേത് റീഫ്രെയിം ദി വേർഡ് ഫിയർ. സ്റ്റേജ് ഫിയർ എന്നുള്ള വേർഡ് നെഗറ്റീവ് വേർഡാണ്. അതിനൊരു പോസിറ്റീവ് വേർഡായിട്ട് റീഫ്രെയിം ചെയ്യണം. ആ വേർഡ് നമ്മൾ ബിലീവ് ചെയ്യണം. അതായിരിക്കും നമ്മളെ വിശ്വാസം. ഈ സ്റ്റേജിൽ കയറിയാൽ ഫിയർ അല്ല വരുന്നത്, പകരം മറ്റൊന്നാണ് വരുന്നത്. ഡീറ്റെയിലേക്ക് ഞാൻ വരാം. മൂന്നാമത്തതാണ് ബിൽഡ് യുവർ കോൺഫിഡൻസ് യൂസിങ് ഗോൾഡിലോക്ക് മെത്തേഡ്. വേൾഡ് ഫേമസ് ബുക്കായിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സിലെ 16th ചാപ്റ്റർ ദി ഗോൾഡിലോക്ക് റൂൾ, ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഇൻ ലൈഫ് ആൻഡ് വർക്ക്. ഇതിലൊരു റൂൾ പറയുന്നുണ്ട്, ദി ഗോൾഡിലോക്ക് റൂൾസ്. ആ റൂൾസ് വെച്ചിട്ട് കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള നോ യുവർ വൈ. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിന് പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യണം? അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാനിതിന് മുന്നേ ഒരു പബ്ലിക് സ്പീക്കിംഗ് സെഷനിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഒരു വേദിയിൽ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഞാൻ ബ്ലാങ്ക് ആയി പോയി. അവിടെ ഞാൻ വേർത്ത് പോയി, എൻ്റെ കൈയൊക്കെ വിറച്ചു. അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇനി അങ്ങനത്തെ ഒരു അനുഭവം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ല. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വേണ്ട. എനിക്കൊരു സ്റ്റേജ് ഇൻ കേസ് ഞാൻ ക്ഷണിക്കപ്പെട്ടാൽ എനിക്ക് അവിടെ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നുള്ള ഒരു നീഡ്. അതാണ് ഒന്നാമത്തെ റീസൺ, ഒന്നാമത്തെ വൈ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഒരാളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇപ്പോൾ ഒരു നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള പബ്ലിക് സ്പീക്കർ ആരെങ്കിലും കയറി സംസാരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് കിട്ടുന്ന അംഗീകാരം, അവർക്ക് കിട്ടുന്ന ഫെയിമൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് അതേപോലെ ആണെന്ന് തോന്നുകയാണ്. ഓക്കെ, എനിക്കും അതേപോലെ വേദിയിൽ കയറി സംസാരിക്കണം, ഞാനും അടിപൊളിയാവണം, എനിക്കും ഫേമസ് ആവണം എന്നുള്ളൊരു ഐഡിയ. മൂന്നാമത്തത്, എനിക്കൊരു പബ്ലിക് സ്പീക്കറായിട്ട് ആ രീതിയിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പണം സമ്പാദിക്കാൻ കഴിയണം എന്നുള്ള 3 റീസൺസ്. ഈ 3 റീസൺസും കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാണ്. ഇതുപോലത്തെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഈ 3 റീസൺസും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വീക്ക് ആണ്. ഈവൻ ദോ നമുക്ക് പൈസ വേണമെന്നുണ്ടെങ്കിലും അതൊന്നും ആയിരിക്കരുത് നമ്മളുടെ മെയിൻ ഫോക്കസ്, നമ്മളെ മെയിൻ നീഡ് അതായിരിക്കരുത്. പകരം സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഒരു ഫാമിലി കൾച്ചർ ബിൽഡ് ചെയ്യണം. എൻ്റെ ഫാമിലിയിൽ മൊത്തം ഒരുപാട് ഗ്രാൻഡ് ചിൽഡ്രൻസ് ഉണ്ട്, ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്. അവരുടെ ലൈഫൊക്കെ ഒരു പർപ്പസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവരെ ലീഡ് ചെയ്യണം. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലും അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന രീതിയിലും എനിക്ക് സംസാരിക്കണം. അവിടെ ഫോക്കസ് ചെയ്യുന്നത് പുറത്തേക്കാണ്, ഉള്ളിലേക്കല്ല. എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവണമെന്നല്ല, പുറത്തേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാനവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ സ്ട്രോങ് റീസൺ.